ഒന്നാമത്തെയും പ്രധാനപ്പെട്ടതുമായ മാറ്റം നമ്മളുടെ നികുതി വ്യവസ്ഥയിലാണ്. ഇനി മുതൽ അസസ്മെന്റ് ഇയർ, പ്രീവിയസ് ഇയർ എന്നിങ്ങനെയുള്ള കൺഫ്യൂഷനുകൾ വേണ്ട, അതങ്ങ് മാറ്റിയേക്കുക. പകരം ടാക്സ് ഇയർ എന്ന ഒരൊറ്റ പേര് മാത്രമായിരിക്കും ഇനിമേലിൽ ഉണ്ടാവുക. പുതിയ നികുതി വ്യവസ്ഥയിൽ 12 ലക്ഷം രൂപ വരെയുള്ള വാർഷിക വരുമാനമുള്ളവർക്ക് ഇനി നികുതി നൽകേണ്ടി വരില്ല. ശമ്പളക്കാർക്ക് ലഭിക്കുന്ന 75,000 രൂപയുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂടി കൂട്ടുമ്പോൾ ഫലത്തിൽ 12.75 ലക്ഷം രൂപ വരെ നികുതിരഹിതമായി അവർക്ക് സമ്പാദിക്കാൻ കഴിയും. 24 ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ളവർക്ക് 30% നികുതി നൽകേണ്ടി വരും. ശമ്പളക്കാർക്ക് മറ്റൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസ അലവൻസ് പ്രതിമാസം 100 രൂപയിൽ നിന്നും 3000 രൂപയായും ഹോസ്റ്റൽ അലവൻസ് 300 രൂപയിൽ നിന്നും 9,000 രൂപയായും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ മാറ്റം വീട്ടുവാടക ഇളവിലാണ്. ബംഗളൂരു, ഹൈദരാബാദ്, പൂനെ, അഹമ്മദാബാദ് എന്നീ നഗരങ്ങളിൽ താമസിക്കുന്നവർക്ക് ഇനി അടിസ്ഥാന ശമ്പളത്തിന്റെ 50% വരെ ടാക്സ് ഇളവ് ലഭിക്കും. ഇത് മുമ്പ് 40% മാത്രമായിരുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇനി മുതൽ HRA ക്ലെയിം ചെയ്യുമ്പോൾ നിങ്ങളുടെ വീട്ടുടമസ്ഥന്റെ പാൻ കാർഡും അവരുമായുള്ള നിങ്ങളുടെ ബന്ധവും കൃത്യമായി രേഖപ്പെടുത്തണം. മറ്റൊന്ന് പ്രധാനപ്പെട്ടതായി പറയാനുള്ളത്, കള്ളക്കണക്കുകൾ കാണിക്കുന്നവർക്ക് ഇനി കൈപൊള്ളും പണിപ്പാളും. ബാങ്കിംഗ് സുരക്ഷയെക്കുറിച്ചാണ്. ഓൺലൈൻ തട്ടിപ്പുകൾ തടയാൻ ഏപ്രിൽ 1 മുതൽ എല്ലാ ഡിജിറ്റൽ ഇടപാടുകൾക്കും 2 ഫാക്ടർ ഒതന്റിക്കേഷൻ നിർബന്ധമാക്കി. 2FA. വെറും ഒരു OTP കൊണ്ട് മാത്രം ഇനി പണം അയക്കാൻ കഴിയില്ല. പകരം ബയോമെട്രിക് അല്ലെങ്കിൽ ഡിവൈസ് സ്പെസിഫിക് ആയ മറ്റൊരു സുരക്ഷാ സംവിധാനം കൂടി വേണം. നാലാമതായി, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ KYC വിവരങ്ങൾ പുതുക്കാൻ മറക്കരുത്. ലോ റിസ്ക് വിഭാഗത്തിലുള്ളവർക്ക് 2026 ജൂൺ 30 വരെ സമയം ഉണ്ട്. എങ്കിലും ഹൈ റിസ്ക് വിഭാഗക്കാർ ഉടൻ ഇത് ചെയ്തില്ലെങ്കിൽ അക്കൗണ്ടുകൾ മരവിപ്പിക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. അഞ്ചാമത്തെ മാറ്റം ക്രെഡിറ്റ് കാർഡ് ഉപഭോക്താക്കൾക്കാണ്. എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഇനി അത്ര എളുപ്പമാകില്ല. മുൻപത്തെ 3 മാസത്തിനുള്ളിൽ നിങ്ങൾ നിശ്ചിത തുക കാർഡ് ഉപയോഗിച്ച് ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അടുത്ത തവണ സൗജന്യ ലോഞ്ച് ആക്സസ് ലഭിക്കൂ. പ്രത്യേകം ശ്രദ്ധിക്കണം, റുപേ പ്ലാറ്റിനം ഡെബിറ്റ് കാർഡുകൾക്കുള്ള സൗജന്യ ലോഞ്ച് ആക്സസ് ഏപ്രിൽ 1 മുതൽ നിർത്തലാക്കി. കൂടാതെ ഗവൺമെന്റ് ഫീസുകൾ, യൂട്ടിലിറ്റി ബില്ലുകൾ എന്നിവ അടയ്ക്കുമ്പോൾ ലഭിച്ചിരുന്ന റിവാർഡ് പോയിന്റുകളിലും ബാങ്കുകൾ വലിയ കുറവാണ് വരുത്തിയിരിക്കുന്നത്. ആറാമതായി, ആരോഗ്യ ഇൻഷുറൻസ് മേഖലയിലെ മാറ്റമാണ്. വ്യക്തിഗത ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയത്തിന്മേലുള്ള GST 18% നിന്നും 5% കുറച്ചു. ഇത് സാധാരണക്കാർക്ക് വലിയ ഗുണമാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഏഴാമത്തെ കാര്യം നിക്ഷേപകർക്കുള്ളതാണ്. നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടുകളിൽ നോമിനിയെ ചേർക്കാനുള്ള അവസാന തീയതി മാർച്ച് 31 ആയിരുന്നു. ഇതുവരെ നിങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ ഇന്നു മുതൽ ഏപ്രിൽ 1 മുതൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ സോവറിൻ ഗോൾഡ് ബോണ്ടുകളിൽ എക്സ്ചേഞ്ച് വഴി വാങ്ങുന്നവർക്ക് ഇനി മുതൽ കാലാവധി കഴിയുമ്പോൾ ലഭിക്കുന്ന ലാഭത്തിന് നികുതി കൊടുക്കേണ്ടതായി വരും. എട്ടാമതായി, LPG സിലിണ്ടർ വിലയിലെ മാറ്റമാണ്. രാജ്യാന്തര വിപണിയിലെ ക്രൂഡ് ഓയിൽ വിലയിലെ വ്യതിയാനം അനുസരിച്ച് ഓരോ മാസത്തെയും പോലെ ഏപ്രിൽ 1 സിലിണ്ടർ വിലയിൽ മാറ്റം വന്നിട്ടുണ്ട്. നിലവിൽ കൊച്ചിയിൽ ഗാർഹിക സിലിണ്ടറിന് ഏകദേശം 910 രൂപയ്ക്ക് അടുത്താണ് വില. വാണിജ്യ സിലിണ്ടറുകൾക്ക് വില വർദ്ധിച്ചിട്ടുണ്ട്. ഒൻപതാമതായി, യാത്രാ ചെലവ് വർദ്ധിക്കും. ദേശീയപാതകളിലെ ടോൾ നിരക്കുകൾ ഏപ്രിൽ മുതൽ പുതുക്കും. ഫാസ്ടാഗ് ആനുവൽ പാസ് നിരക്ക് 3000 രൂപയിൽ നിന്നും 3075 രൂപയായി ഉയരും. പത്താമത്തെ കാര്യം പാൻ കാർഡ് നിയമമാണ്. ഇനി പാൻ കാർഡിന് അപേക്ഷിക്കാൻ ആധാർ കാർഡ് മാത്രം പോരാ, പകരം 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റോ പാസ്പോർട്ടോ നിർബന്ധമാക്കി.